ഷാലുവിനും എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ചമ്മന്തിയാണ്. തട്ടുകടയിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള തനി നാടൻ തേങ്ങ ചമ്മന്തി. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും, ഭയങ്കര ടേസ്റ്റുമാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 മുതൽ 2 ടീസ്പൂൺ വരെ ചില്ലി പൗഡർ വേണം. കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിന് കുറച്ചുകൂടെ നല്ലത്. പിന്നെ താളിക്കാനായിട്ട് കടുക്, വറ്റൽമുളക്, ചെറുതായിട്ട് അരിഞ്ഞ സവാള അല്ലെങ്കിൽ ചുവന്നുള്ളി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ആദ്യം ഈ തേങ്ങയൊക്കെ കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ടൊരു മിക്സിയിലേക്ക് നമ്മൾ ഈ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് മതിയാവട്ടോ. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണേൽ വറ്റൽമുളകും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ആദ്യം ഒന്ന് ചെറുതായിട്ട് മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണേ. ഇപ്പോൾ അരച്ചെടുത്ത നമ്മുടെ ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് താളിച്ചെടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് ഇതിന്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ സവാളയൊക്കെ ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാമേ. ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഈ കടുക് താളിച്ചത് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു. ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഇനി ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും ചെയ്യുമ്പം ഈ റെസിപ്പി ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.